ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാധാരണ നമ്മൾ ചെയ്യുന്നത് ഒരു ലൊക്കേഷനിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഇന്ന് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് KTM ഒരു ഓണർഷിപ്പ് പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ഞാൻ ഓൾറെഡി KTMൻ്റെ ഓണർഷിപ്പ് പ്രോഗ്രാമായ ബ്രൗൺ സർട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ KTM എഗെയിൻ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു സിൽവർ ലെവൽ സർട്ടിഫിക്കേഷൻ. അപ്പോൾ സിൽവർ ലെവൽ സർട്ടിഫിക്കേഷൻ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സിൽവർ ലെവൽ സർട്ടിഫിക്കേഷൻസിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് കാര്യമായിട്ട് പരിചയപ്പെടാം. അപ്പോൾ KTM ഒരുപാട് ഓണർഷിപ്പ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അതിപ്പോൾ ഡ്യൂക്ക് കാറ്റഗറിക്കാണെന്നുണ്ടെങ്കിലും അഡ്വഞ്ചർ കാറ്റഗറിക്കാണെന്നുണ്ടെങ്കിലും ഒരു പ്രോ XP കമ്മ്യൂണിറ്റി വഴി അവർ റെഗുലറായിട്ട് ഒരുപാട് ഇവൻറ്റ്സ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റൈഡ് ആണെന്നുണ്ടെങ്കിലും ഗേറ്റ് വേ എക്സ്പ്ലോറേഴ്സ് ആണെങ്കിലും ഒരുപാട് റൈഡ്സ് അവർ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് എക്സ്പ്ലിസിറ്റായിട്ടും എക്സ്ക്ലൂസീവായിട്ടും അഡ്വഞ്ചർ കാറ്റഗറിക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു അക്കാഡമിയാണ്. നിങ്ങളൊരു KTM അഡ്വഞ്ചർ 390 യൂസറാണോ, അല്ലെങ്കിൽ നിങ്ങളൊരു അഡ്വഞ്ചർ 250 യൂസറാണോ, നിങ്ങൾക്കും ഇതുപോലെയുള്ള അക്കാഡമിയിൽ പങ്കെടുക്കാം. മറ്റൊന്നുമില്ല ചെയ്യണം, നിങ്ങളുടെ നിയറസ്റ്റ് ഷോറൂമായിട്ട് കോൺടാക്ട് ചെയ്യുക. അവർ നിങ്ങളെ അവിടുത്തെ റൈഡിങ് കമ്മ്യൂണിറ്റിയിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അതുകൂടാണ്ട് തന്നെ KTM അവരുടെ എല്ലാ റൈഡ്സും പ്രോ XP ആപ്ലിക്കേഷനിൽ അനൗൺസ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിൽ നിന്നും പ്ലേ സ്റ്റോറിൽ നിന്നും പ്രോ XP ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് നിങ്ങൾക്ക് ഇതുപോലത്തെ റൈഡ്സ് ചെക്കൗട്ട് ചെയ്യാൻ പറ്റും. സോ അപ്പോൾ നിങ്ങളൊരു അഡ്വഞ്ചർ യൂസർ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഓണർഷിപ്പ് പ്രോഗ്രാമായ ഈ അക്കാഡമി അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ സ്കിൽസ് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ട്രെയിനിങ് പ്രോഗ്രാമാണ് പ്രോ XP കണ്ടക്ട് ചെയ്യുന്ന ഈ അക്കാഡമീസ്. സോ ഈ അക്കാഡമി ബേസിക്കലി കണ്ടക്ട് ചെയ്യുന്നത് സ്കിൽഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സിനെ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ സിൽവറും അതുപോലെ തന്നെ മുന്നേ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രൗൺസും ചെയ്തിട്ടുണ്ടായിരുന്നു TSOD എന്നാണ്. TSOD മീൻസ് ദി സ്കൂൾ ഓഫ് ഡോട്ട്. സോ ദി TSOD ഓൺ ചെയ്തേക്കുന്ന ഇന്ത്യയിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഓഫ് റോഡ് ട്രെയിനറായിട്ടുള്ള ദി ഒച്ചാക്കോയും അതുപോലെ തന്നെ റിഷു ആണ്. അപ്പോൾ ഈ രണ്ട് ട്രെയിനേഴ്സാണ് ബേസിക്കലി KTMൻ്റെ ഈ എല്ലാ അക്കാഡമീസും കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ ഞാൻ ഈ പ്രോ XPയുടെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രോ XPക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുക എന്നുള്ള ഫുൾ ഡീറ്റെയിൽസും ആ പ്രോ XPയുടെ സൈറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് വെറുതെ ചാടിക്ക് വെച്ചിട്ട് പ്രോ XPയുടെ സിൽവറോ ബ്രൗൺസോ ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഒരു സ്കെഡ്യൂൾഡായിട്ടാണ് ഈ ഇവൻ്റ് അവർ കണ്ടക്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഇവൻറ്റ്സ് അവർ പബ്ലിഷ് ചെയ്യും. അതുപോലെ തന്നെ റൂൾസും ഗൈഡ് ലൈൻസും ഒക്കെ നമുക്ക് ഇതിനകത്ത് ഫോളോ ചെയ്യേണ്ടതുണ്ട്. വെറുതെ നമ്മുടെ ബൈക്ക് എടുത്തിട്ട് നമുക്ക് ഗ്രൗണ്ടിൽ പോയിട്ട് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ സേഫ്റ്റി ഫസ്റ്റാണ്. അപ്പോൾ അവർ റെക്കമെൻഡ് ഗിയേഴ്സ് എങ്ങനെയാണ്, തിങ്സ് ടു ക്യാരി, എന്തൊക്കെ തിങ്സാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്, അതുപോലെ നമ്മുടെ ബൈക്ക് എങ്ങനെയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിൻ്റെയൊക്കെ ഒരു റൂൾസ് ഒരു ലിസ്റ്റ് വരെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ ആ ദിവസം നിങ്ങളുടെ ബൈക്കിന് ചെറിയ മോഡിഫിക്കേഷൻസൊക്കെ ആവശ്യമുണ്ട്. നിങ്ങളുടെ ഹാൻഡിൽ പ്രോപ്പർ പൊസിഷനിലേക്ക് ലിഫ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഫുട് പെഗിലുള്ള റബ്ബേഴ്സ് റിമൂവ് ചെയ്യണം ഫോർ ബെറ്റർ ഗ്രിപ്പിംഗ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ദിവസം തന്നെ ഗ്രൗണ്ടിൽ നമുക്ക് മെക്കാനിക്കൽ സപ്പോർട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ അവരത് നമ്മുടെ ബൈക്ക് നമ്മുടെ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അവർ പ്രിപ്പയർ ചെയ്ത് തരും. അതുപോലെ തന്നെ ഇതൊരു സ്കെഡ്യൂൾഡ് പ്രോഗ്രാം ആയതുകൊണ്ട് നമുക്ക് സിൽവറും ബ്രൗൺസും ഒക്കെ കുറച്ചുകൂടി എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള സ്കില്ലിനെ നമ്മൾ അവിടെ ട്രൈ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ലേൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇഞ്ചുറീസിൻ്റെ ചാൻസസ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് മെഡിക്കൽ സപ്പോർട്ടുണ്ട്. നിങ്ങൾ ഈ തമ്മിൽ കണ്ട പോലെ അത് അത്യാവശ്യം നല്ലൊരു ഫോളായിരുന്നു. ആ ഒരു ഫോള് ഉണ്ടാകുന്നത് നമ്മളത് എക്സ്പെക്റ്റഡ് ആണ്. കാരണം ഡിഫറെൻറ്റ് സ്കിൽ ഫേസിൽ നിന്നാണ് ആൾക്കാർ ട്രെയിനിങ്ങിനായിട്ട് വരുന്നത്. ഇപ്പോൾ ബിഗിനേഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ ഇതുപോലെ പല സെഷൻസും അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടാവും, അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ആ ഡേ നമ്മൾ പല കാര്യങ്ങളും പഠിക്കുമ്പോൾ വീഴാനായിട്ട് ഒരുപാട് ചാൻസസ് ഉണ്ട്. തമിഴിൽ കണ്ടതും അത്യാവശ്യം നല്ലൊരു ഫോള് തന്നെയായിരുന്നു. പക്ഷേ താങ്ക്ഫുള്ളി വലിയ ഇഞ്ചുറീസ് അങ്ങനെയൊന്നും ഉണ്ടായില്ല. പക്ഷേ പുള്ളിക്കാരെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. സ്റ്റിൽ ആ സ്റ്റോറി ഞാൻ പറയാം. ഇൻട്രോ പറഞ്ഞു തന്നപ്പോൾ കുറച്ച് ലെങ്തി ആയ പോയതുകൊണ്ട് ഞാൻ എല്ലാ വീഡിയോസിനും ഒന്ന് വലിച്ചു നിൽക്കിയിട്ടുണ്ട്. ഇതുവരെയുള്ള എല്ലാ വീഡിയോസും വലിച്ചു നിൽക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ വലിച്ചു നിൽക്കിയതിനൊക്കെ വളരെ ഷോർട്ടായിട്ട് പറയാം. അപ്പോൾ നിങ്ങൾ ഈ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ആക്ച്വൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഒരു വാമപ്പ് സെഷനാണ്. ആ വാമപ്പ് സെഷനിൽ നമ്മളും വണ്ടിയുമായിട്ടുള്ള ഒരു കണക്ഷൻ, ഒരു സിങ്ക് കുറച്ചുകൂടെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടാണ് ഈ ട്രെയിനിങ് നമ്മൾ ചെയ്യുന്നത്, ഈ വാമപ്പ് സെഷൻ നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഓരോ തവണയും നമ്മൾ ഓരോ കാല് മാറ്റി വെച്ചും, അതുപോലെ തന്നെ കാല് ലിഫ്റ്റ് ചെയ്ത സീറ്റിൽ വെച്ചും, അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ ആ ഒരു സ്പോട്ട് മനസ്സിലാക്കാനായിട്ട് വിത്തൗട്ട് ആക്സിലറേറ്റർ ക്ലച്ച് വിട്ടൊക്കെ നമ്മൾ വണ്ടി കുറേ ഓടിച്ച് നമ്മൾ വണ്ടിയുമായിട്ടൊന്ന് സിങ്ക് ആവുന്നുണ്ടായിരുന്നു. സോ അതാണ് നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റേജ്. സോ നമ്മുടെ ഓഫ് റോഡ് ട്രെയിനിങ്ങിൻ്റെ മോസ്റ്റ് ക്രിട്ടിക്കൽ ആൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് നമ്മുടെ റൈഡിങ് ത്രൂ ദി ടൈറ്റ് ഒബ്സ്റ്റക്കിൾസ്, അതായത് ഈ കോൺട്രിൽ. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ബീറ്റ് ഓൺ എ റോഡ് ഓർ ബീറ്റ് ഓൺ എ ട്രെയിൽസ് ഓർ വേറെ നമ്മുടെ ബോഡി പോസ്ചർ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ ബ്രെയിനിലോട്ട് രജിസ്റ്റർ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡ്രില്ലാണ് ഈ ഡ്രില്ല്. ഇത് ടൈറ്റ് ഒബ്സ്റ്റക്കിളാണ്. അപ്പോൾ നമ്മൾ ഓരോ ലെഫ്റ്റ് റൈറ്റ് ടേൺ എടുക്കുമ്പോഴും
നമ്മുടെ ബ്രെയിനിൽ നമുക്ക് രജിസ്റ്റർ ആയിട്ടുള്ള നമ്മുടെ ബോഡി മൂവ്മെൻറ്റ്സ് ഓട്ടോമാറ്റിക്കായിട്ട് വരണം. അപ്പോൾ അതാണ് ഈ കോൺട്രില്ലിൽ നമ്മൾ പഠിക്കുക. സോ ഞാൻ ഫസ്റ്റ് ഒരു സൈഡിൽ എടുത്തു, അത് പ്രശ്നമില്ലാണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ സെക്കൻഡ് സൈഡിൽ നിന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും, ലെഫ്റ്റും റൈറ്റും ആണ് എക്സിറ്റ് ഞാൻ എടുക്കുന്നത്. എൻട്രി എക്സിറ്റ് ഓരോ തവണ ചേഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ആദ്യം എടുക്കുമ്പോൾ ഞാനൊന്ന് താഴെ വീണിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സെക്കൻഡ് ആൻഡ് തേർഡ് ടൈംസ് ഐ എം ഏബിൾ ടു ആക്ച്വലി പ്രോപ്പർലി കംപ്ലീറ്റ് ദിസ് തിങ്. നമ്മളടുത്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പോകുന്ന അപ്ഹിലാണ്. ഈ ഡ്രില്ല് ഞാൻ എൻ്റെ കഴിഞ്ഞ ബ്രൗൺ സ്പീഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇത് അതിൻ്റെ നെക്സ്റ്റ് ലെവലാണ്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോഴറിയാം, ഒരു കുഴി കൂടെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഹില്ലിൻ്റെ ഒരു ഇൻക്ലൈൻഡ് കുറച്ചുകൂടെ ഒന്ന് കൂടും. അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് ചാടിയപ്പോൾ അത് പ്രോപ്പർ ആയിരുന്നില്ല. അപ്പോൾ അത് എങ്ങനെ നമ്മുടെ വണ്ടി ഹോൾഡ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതൊക്കെ പ്രോപ്പറായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കയറാവുന്നൊരു ഡൗട്ടായിരുന്നു. നന്നായിട്ട് ഫീലായി. റോൾ ഡൗൺ ചെയ്യാൻ പറയുന്നതിൽ മേളിൽ എന്തോ നമുക്കറിയില്ല. ഇത് നന്നായിട്ട് ലിഫ്റ്റ് ആയിപ്പോയി അല്ലേ? ഫ്രണ്ട് ഭംഗിയാണ്, പക്ഷെ നിർത്താൻ പറ്റിയില്ല, അതാ പ്രശ്നം. ഓക്കെ, അപ്പോൾ ഞാൻ എഗെയിൻ ചെയ്യുവാണ്. ഞാൻ ഡ്രില്ലെടുത്തപ്പോൾ അത് കറക്റ്റ് ആയിരുന്നില്ല. അപ്പോൾ ആ മിസ്റ്റേക്സ് എനിക്ക് പ്രോപ്പറായിട്ട് ഒരു ഷേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സെക്കൻഡ് ടൈം അത് അപ്രോച്ച് ചെയ്യുകയാണ് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസോട് കൂടെ. ഏത് പോയിന്റിൽ ഞാൻ ക്ലച്ച് റിലീസ് ചെയ്യണം, എങ്ങനെ എൻ്റെ ത്രോട്ടിൽ കൺട്രോൾ ചെയ്യണം എന്നൊക്കെ ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ടാണ് പോകുന്നത്. ഈ ടൈമിൽ എനിക്ക് അധികം പ്രശ്നമില്ലാണ്ട് ഞാൻ കയറി. ഓക്കെ, അധികം പ്രശ്നമല്ല. വീലെങ്ങനെ അധികം ജമ്പൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ഇറ്റ് ഈസ് ഫൈൻ. ബട്ട് സ്റ്റിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണം. നിങ്ങൾക്കിത് കാണുമ്പോൾ അറിയാം അതെന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, നമ്മൾ ആക്ച്വലി ആ കുഴിയിൽ നിന്ന് മുകളിലോട്ട് കയറുമ്പോഴത്തേക്കും നമ്മുടെ ആക്സിലറേറ്റർ കൊടുത്ത് വേണം നമ്മൾ മുകളിലോട്ട് കയറാൻ. അതുപോലെ തന്നെ ബൈക്ക് ഫ്രണ്ടിലെത്തിക്കഴിഞ്ഞാൽ ആക്സിലറേറ്റർ കട്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ ജമ്പില്ലാണ്ട് ലാൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊരു ട്രെയിനിങ് ആണല്ലോ. അപ്പോൾ നമ്മൾ മിസ്റ്റേക്സിൽ മാത്രമേ പഠിക്കത്തുള്ളൂ. ഞാൻ എഗെയിൻ ചെയ്യുന്നുണ്ട്. ഇത്തവണ എൻ്റെ ബൈക്ക് ലിഫ്റ്റ് ആകുന്നുണ്ട്. സ്റ്റിൽ എനിക്ക് കുറച്ചുകൂടെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഭയങ്കര പ്രശ്നമുള്ളൂ. ഇവിടുന്നൊരു അറ്റ്ലീസ്റ്റ് കയറി തീർന്ന് ഫ്ലാറ്റ് ആയി കഴിഞ്ഞ് ലോക്ക് കഴിഞ്ഞ് ഞാൻ കുറയ്ക്കാം. അങ്ങനെയല്ല, കയറി തീർന്ന ഫ്രണ്ട് വീല് ആ ടോപ്പ് ക്രോസ് ചെയ്യുമ്പോൾ റോൾ ഡൗൺ ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ ചിലരുടെ വീല് പൊങ്ങുന്നുണ്ട്. ശരി, ആ വീല് പൊങ്ങുമ്പോൾ കട്ട് ചെയ്യണം. ഇതൊക്കെയാണ് നമ്മുടെ അക്കാഡമിയുടെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. നമ്മൾക്ക് നമ്മുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്, നമ്മുടെ മിസ്റ്റേക്സ് നമ്മുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഇതുപോലെ ട്രെയിനറുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരിക്കും. നമ്മൾ വരുത്തുന്ന എല്ലാ മിസ്റ്റേക്സും പുള്ളി നോട്ടീസ് ചെയ്ത് നമ്മൾ അടുത്ത് വന്ന് പറഞ്ഞു തരും. ഓക്കെ, ഇതാണ് നിങ്ങൾ വരുത്തിയ മിസ്റ്റേക്ക്, നിങ്ങൾ ഇങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു സ്കൂൾ കൈൻഡ് ഓഫ് ലേണിംഗ് ആണ് നമുക്കിവിടെ സംഭവിക്കുക. ഞാൻ ഒന്നുകൂടെ എടുക്കുന്നത് നിങ്ങൾക്കിപ്പോൾ കാണാം. ഞാൻ വളരെയേറെ കൺട്രോൾഡായിട്ട് നേരത്തെ എടുത്ത എല്ലാ ഡ്രില്ലിനേക്കാളും വളരെ കൺട്രോൾഡായിട്ടാണ് ഞാൻ ഇത്തവണ ചെയ്തിട്ടുണ്ടായിരുന്നു. എഗെയിൻ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ഇനിയും ഉണ്ട്, പക്ഷേ ഇറ്റ്സ് ഫാർ ബെറ്റർ ദാൻ അത്. മിസ്റ്റേക്സ് സംഭവിക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇവിടെ സംഭവിച്ചതുണ്ടല്ലേ, നമ്മൾ ഇൻക്ലൈൻഡ് കയറി പകുതി ആയപ്പോഴത്തേക്കാണ് ആക്സിലറേഷൻ കുറച്ചധികമായിപ്പോയി. അപ്പോൾ വണ്ടിയുടെ കൺട്രോൾ പോയി. ഇത് അത്യാവശ്യം നല്ലൊരു ഫോളായിരുന്നു. അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം വീടിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആയിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ മെഡിക്കൽ സപ്പോർട്ട് ഉണ്ടായിരുന്നതുകൊണ്ട് നിയർ ബൈ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു, ചെക്കപ്പ് കഴിഞ്ഞ് വന്നു. പക്ഷേ ആ റൈഡർക്ക് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. കാരണം ആ വണ്ടിക്ക് കുറച്ച് ഡാമേജ് ഉണ്ടായി. വന്ന് വീട് ഫ്രണ്ടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഞങ്ങൾ പ്രാക്ടീസ് പിന്നെയും കണ്ടിന്യൂ ആണ്. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാം, ഇത്തവണ ഞാൻ വളരെ കൺട്രോൾഡായിട്ടാണ് ഞാൻ അപ്പ് ഹിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഈ ട്രെയിനിങ്ങിൻ്റെ ഒരു ബെനിഫിറ്റ്. നമ്മൾ എത്രത്തോളം ചെയ്യുമോ അത്രത്തോളം നമ്മൾ കൺട്രോൾഡ് ആവും. അടുത്ത് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് കൗണ്ടർ ബാലൻസിങ് പ്രാക്ടീസാണ്. നിങ്ങൾക്ക് കാണാം, ഇതൊരു 8 പോലെയുള്ളൊരു ട്രാക്കാണ്. അതായത് 8ൻ്റെ ഷേപ്പിലുള്ള ട്രാക്കാണ്. വളരെ ടൈറ്റായിട്ട് വെച്ചേക്കുന്ന കോൺസിനകത്തൂടെ കൗണ്ടർ ബാലൻസ് നമ്മൾ ചെയ്ത് വേണം വണ്ടീനെ ടേൺ ചെയ്ത് കൊണ്ടുപോകാൻ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ലൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ഒരു ഡ്രില്ലാണ്. നിങ്ങൾ ഈ കാണുന്ന പോലെ
നമ്മുടെ ഏത് സൈഡിലേക്കാണോ നമ്മൾ വണ്ടി മൂവ് ചെയ്യേണ്ടത്, വണ്ടി ടേൺ ചെയ്യേണ്ടത്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കായിരിക്കും നമ്മുടെ ബോഡി പോസ്റ്റർ ബോഡി പുഷ് ചെയ്യുക. സോ കൗണ്ടർ ബാലൻസിങ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയും വണ്ടിക്ക് കൂടുതൽ സ്റ്റെബിലിറ്റിയും കൺട്രോൾസും കൊണ്ടുവരാനായിട്ട് നമുക്ക് പറ്റും ഈ ഒരു ഡ്രില്ലിലൂടെ. ചേട്ടാ റെസ്റ്റ് എടുക്കട്ടെ. ഇതേ അടുത്ത് നമ്മൾ ചെയ്യുന്നത് ബ്രേക്ക് സ്ലൈഡാണ്. അപ്പോൾ ട്രെയിനർ നമുക്ക് ആദ്യം കാണിച്ചു തരുവാണ് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. സോ ഇത് നമുക്ക് രണ്ട് സൈഡിലേക്ക് ചെയ്യണം, ലെഫ്റ്റും റൈറ്റും. ആദ്യം ഒരു സെറ്റ് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ചെയ്യുന്നുണ്ട്, അത് കഴിഞ്ഞ് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ചെയ്യും. സോ നമ്മൾ വിഷൻ എവിടെയാണ് വരേണ്ടതെന്നൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. നിങ്ങളിപ്പോൾ വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയാം, ഫ്ലാഗിൻ്റെ അടുത്തോട്ട് അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കും റിഷേറ്ററിൻ്റെ വിഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലെ അങ്ങേയറ്റത്തുള്ള കോർണറിലാണ്. നമ്മൾ എങ്ങോട്ടേക്കാണോ ടേൺ എടുക്കുന്നത് അവിടത്തേക്ക് നമ്മുടെ വിഷൻ കൊടുത്തു വരിക, അവിടെ എത്തുക, ക്ലച്ച് ലോക്ക് ചെയ്യുക, നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുക, സ്റ്റിയറിംഗ് കൗണ്ടർ പാർട്ട് ചെയ്യുക. ഓക്കെ, സോ അങ്ങനെയാണ് ആ ഒരു സ്ലൈഡ് എടുക്കുന്നത്. അത് നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും ചെയ്ത് മാത്രമേ നമുക്ക് ആ ഒരു സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ സ്പീഡ് പല ആദ്യം വന്നപ്പോൾ എനിക്കിവിടെ സ്പീഡ് കൂട്ടി ചെയ്തു, പിന്നെ എനിക്കിവിടെ കുറച്ച് ചെയ്തു. അതാണ് നമ്മുടെ ജഡ്ജ്മെൻറ്റ്. സോ ഇതിനിപ്പം ഇതിൻ്റെ ഒരു ഫൈൻ ഡീറ്റെയിൽ നിങ്ങൾ ആക്ച്വലി റിയൽ വേൾഡിൽ ചെയ്യുമ്പോഴും അറിയാം. ഈ ഒരു ദിവസം വെയിലനുസരിച്ച് ഗ്രൗണ്ടിൻ്റെ ഗ്രിപ്പ് മാറും. രാവിലെ ചെയ്യുന്ന വെയിലിന് മുമ്പേ ചെയ്യുന്ന അതേ സ്പീഡിൽ ബ്രേക്ക് സ്ലൈഡ് നമുക്ക് വെയിലായി കഴിയുമ്പോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ ഗ്രിപ്പ്, അതായത് രാവിലെ മോയ്സ്ചർ ഉള്ള സമയത്ത് മണ്ണ് ഇച്ചിലൂടെ പിടിച്ചിരിക്കുമായിരിക്കും, നമുക്ക് ഇച്ചിലൂടെ സ്പീഡ് വേണം. ഇപ്പോൾ നമുക്ക് പോയിട്ട് സ്ലൈഡ് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ എത്തുമ്പോൾ ശ്രദ്ധിക്കുക, എൻ്റെ വിഷൻ ഓൾറെഡി ഞാൻ കോണിലേക്ക് കൊടുത്തു, വണ്ടി ബ്രേക്ക് അപ്ലൈ ചെയ്തു, വണ്ടി സ്ലൈഡ് ചെയ്തു. പക്ഷേ ഇതൊരു പെർഫെക്റ്റ് സ്ലൈഡൊന്നുമല്ല. പക്ഷേ വീല് സ്ലൈഡ് ആകുന്നുണ്ട്, ഫോളിലേക്ക് പോകുന്നില്ല, എങ്കിലും ഞാൻ റിക്കവർ ആകുന്നുണ്ട്. സ്റ്റിൽ എനിക്കത് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്ക് ഇത്തവണ ശ്രദ്ധിച്ചാൽ ഞാൻ കുറച്ചുകൂടെ നമ്മുടെ സെൻട്രൽ കോണിന് അടുപ്പിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ റിഷേർട്ടിന് തന്നെ കിട്ടുന്നുണ്ട്. സെൻട്രൽ കോൺ അടുപ്പിച്ച് വരിക, നിയർ ബൈ ഫ്ലാഗിനടുത്ത് എത്തുമ്പോൾ എക്സിറ്റ് കോണിലേക്ക് നോക്കുക, ബ്രേക്ക് അപ്ലൈ ചെയ്യുക, ക്ലച്ചും ബ്രേക്കും അപ്ലൈ ചെയ്യുക, കൗണ്ടർ പാർട്ട് സ്റ്റെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ പോർഷനിൽ കാണുമ്പോൾ അറിയാം നമ്മുടെ ആ ഒരു സ്ലൈഡ് ഇമ്പ്രൂവായി വരുന്നുണ്ട്. സോ എൻ്റെ ജഡ്ജ്മെൻറ്റ് കുറച്ചുകൂടെ ഒരു പ്രിസൈസ് ആകുന്നുണ്ട്. ആദ്യം നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ചറവായിട്ട് അറിയില്ല എന്താ ചെയ്യുന്നത്, ഒരു ഒക്കെ അങ്ങ് ചെയ്ത് പോവാം. ഇത് ഈ പോർഷനിലൊക്കെ അത്യാവശ്യം ഞാൻ വിചാരിക്കുന്ന പോലെ ബൈക്ക് സ്ലൈഡേ വരുന്നുണ്ട്. അടുത്ത് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു മെയ്സ് കൈൻഡ് ഓഫ് സർക്യൂട്ടിലേക്കാണ്. ഇത് മണ്ണുകൊണ്ട് കംപ്ലീറ്റ്ലി ഇവിടെ ബിൽഡ് ചെയ്തേക്കുന്ന ഒരു സർക്യൂട്ടാണ്. ഇതിനകത്ത് നമുക്ക് കോർണേഴ്സും അതുപോലെ തന്നെ ടൈറ്റ് ബെൻഡും എല്ലാം കിട്ടും. അതുപോലെ തന്നെ ആപ്സ് ആൻഡ് ഡൗൺസും അതുപോലെ ബോഡി ബാലൻസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കൗണ്ടർ ബാലൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ട്രാക്കാണിത്. അപ്പോൾ നമ്മൾ തൊട്ട് പിന്നെ ബ്രൗൺസിലും അതുപോലെ സിൽവറിലും ചെയ്തിട്ടുണ്ടായിരുന്ന പല കോൺ ആക്ടിവിറ്റീസും നമുക്കിവിടെയൊക്കെ നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിങ്ങനെ മണ്ണുകൊണ്ട് പൊക്കിയിട്ടേക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ എത്തുമ്പോൾ നമുക്ക് മറിഞ്ഞു വീഴാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ബോഡി ബാലൻസ് കറക്റ്റാണ്, നമ്മൾ കൗണ്ടർ ബാലൻസ് ചെയ്യുന്നതെല്ലാം കറക്റ്റാണെന്നുണ്ടെങ്കിൽ വണ്ടി ടേൺ ചെയ്ത് വരും. ഈ ഒരു പോർഷൻ ഭയങ്കര ടൈറ്റാണ്. അപ്പോൾ ഞാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ടൈറ്റാണെന്ന് ഞാൻ കരുതിയില്ല. പക്ഷേ മാക്സിമം ഞാൻ ലെഫ്റ്റ് പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും അവിടെ ഭയങ്കര ടൈറ്റായിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു സർക്യൂട്ടൊക്കെ ചെയ്ത് നമ്മൾ റെഗുലറായിട്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ബൈക്കുമായിട്ടുള്ളൊരു കൺട്രോൾ ഭയങ്കരമായിട്ട് കൂടും. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഡ്രില്ലായിരുന്നു. അതായത് നമ്മുടെ ബൈക്ക് നമുക്ക് ഇച്ചിരി ബൾക്കി ആയിട്ടും ഇച്ചിരി വെയിറ്റ് ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഈ ഒരു ഡ്രില്ല് ചെയ്യുമ്പോൾ നമ്മുടെ ബൈക്ക് എത്രത്തോളം ഫെദർ വെയിറ്റിലാണ് നമ്മൾ ഹാൻഡിൽ ചെയ്തുകൊണ്ട് പോകുന്നത് നമുക്ക് മനസ്സിലാക്കാം. ആ ഒരു ക്ലച്ചിൻ്റെ സ്പോട്ടും അതുപോലെ തന്നെ അഡ്വഞ്ചർ ഫ്രെയിമിൻ്റെ ഒരു കപ്പാസിറ്റി നിങ്ങൾക്കറിയാം. എത്ര ബൾക്കായിട്ടുള്ള എത്ര ഹെവി ആയിട്ടുള്ള ബൈക്കാണെങ്കിലും അത് അഡ്വഞ്ചർ ഫ്രെയിമിനകത്താണെന്നുണ്ടെങ്കിലും വളരെ ലൈറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നിങ്ങൾ കണ്ട ഒരു അപ്സ് ആൻഡ് ഡൗൺസ് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ക്ലച്ച് ബാലൻസ് ചെയ്തെടുത്തുകൊണ്ട് പോകാൻ പറ്റും. ഇതൊരു ഫൺ കൈൻഡ് ഓഫ് ഒരു ഡ്രില്ലാണെന്നുണ്ടെങ്കിലും ഭയങ്കര യൂസ്ഫുള്ളാണ്. ഈ വണ്ടി ഓരോ തവണ ഇറങ്ങി പോകുമ്പോൾ വണ്ടിയുടെ വെയിറ്റിംഗ് കൊണ്ടാണ് താഴത്ത് പോകുന്നത്. പക്ഷേ നമുക്ക് ആ വെയിറ്റ് ഫീൽ ചെയ്യത്തില്ല. നമ്മൾ ആ വണ്ടിയുടെ കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്ത് ബ്രേക്ക് അപ്ലൈ ചെയ്ത് അതുപോലെ തന്നെ ക്രോൾ ചെയ്ത് വണ്ടി കയറ്റി ക്ലച്ച് വിട്ട് കയറ്റി
അതിങ്ങനെ നമ്മൾ 1-2 തവണ ഇങ്ങനെ ചെയ്യുന്ന സമയത്തേക്ക് നമുക്ക് വണ്ടി എത്രത്തോളം ഈസി ആയിട്ട് നമുക്ക് മാനുവർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലാവും. അങ്ങനെ വണ്ടീനെ ഉരുട്ടി കൊണ്ടുപോയി എന്നാൽ പിന്നെ അതിൻ്റെ പുറത്ത് ഓടിച്ചോടിച്ച് പോകാമെന്നുള്ളൊരു പ്ലാനിലെത്തി. അത് നമ്മുടെ ട്രെയിനിങ്ങിനകത്തുള്ളത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൊട്ട് മുന്നേ ചെയ്ത ട്രാക്കിൽ കൂടെ നമ്മളിപ്പോൾ വണ്ടീനെ ഓടിച്ചുകൊണ്ട് പോകണം. അപ്പോൾ ഓരോ തവണയും നമ്മളിങ്ങനെ പുഷ് ചെയ്ത് കയറ്റുമ്പോഴത്തേക്കും അതിലൊരു സ്പോട്ടുണ്ട്, വണ്ടി ഇങ്ങനെ ജമ്പ് ചെയ്ത് പോകാൻ പാടില്ല. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ വണ്ടിയുടെ സ്പീഡ് കൺട്രോൾ ചെയ്ത് കയറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് വീല് ഫ്രണ്ട് പൊങ്ങാൻ നമുക്ക് മുന്നോട്ട് പോയി കിട്ടും. നെക്സ്റ്റ് നമുക്ക് വരുന്നത് കംപ്ലീറ്റ് ആയിട്ടും റോക്കായിട്ടുള്ളൊരു സർഫസിൽ കൂടെ നമ്മൾ എക്സിറ്റ് അടിച്ച് പോകുന്നത്. എങ്ങനെയാണ് വണ്ടി ഓടിച്ച് പോകുന്നത്? ഇത് അവിടെ ബിൽഡ് ചെയ്തേക്കുന്ന ഒരു ട്രാക്കാണ്, ഒരു ഒബ്സ്റ്റക്കിളാണ് അവർ ബിൽഡ് ചെയ്തേക്കുന്നത്. ബ്രൗൺസിൽ നമ്മൾ ഇങ്ങനെ ഇത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ കല്ലുള്ള ഒരു ട്രാക്കിൽ കൂടെ നമ്മൾ ഓടിച്ചിട്ടില്ല. സിൽവറിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ വിഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ വണ്ടിയുടെ ബാലൻസ് നമ്മൾ തൊട്ട് മുന്നേ ഡ്രില്ലിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ബാലൻസ് ഒക്കെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് ഈ ട്രാക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മൾ വീഡിയോ കാണുന്ന പോലെയല്ല, അത്യാവശ്യം നന്നായിട്ട് വണ്ടി ഇടിച്ചിടിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. നമ്മൾ വീഡിയോ കാണുന്നത് പോലെ അത്രയും നിസ്സാരമല്ല. അവിടെ കൂടെ എക്സിറ്റ് അടിച്ച് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചടങ്ങ് തന്നെയാണ്. കാരണം ഓരോ ഒബ്സ്റ്റക്കിളിൽ ചെല്ലുമ്പോഴും നമ്മൾ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് ഔട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ വണ്ടി മറിഞ്ഞു വീഴും. മറിഞ്ഞു വീഴും. അത്യാവശ്യം നമ്മുടെ ബാഷ് പ്ലേറ്റിനെ നെട്ടുമ്പോഴൊക്കെ ടൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നൊരു ഐറ്റമാണ് കേട്ടോ. അത് എല്ലാവരുടെയും ബാഷ് പ്ലേറ്റ് അടിയിലിരിക്കുന്നുണ്ടായിരുന്നു. ഈ വണ്ടി ഞാൻ ചെയ്യുമ്പോഴും ബാഷ് പ്ലേറ്റ് ചെറുതായിട്ട് തട്ടുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഫോക്കസ് എക്സിറ്റിലായതുകൊണ്ട് അധികം സ്ട്രഗിൾ എടുക്കാണ്ട് അവിടെ നിന്ന് റിക്കവറായി പോകുന്നു. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. സോ വണ്ടിക്ക് ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണം, സ്പീഡ് ഉണ്ടാവണം. അതുപോലെ തന്നെ എക്സിറ്റിലായിരിക്കണം നമ്മൾ നോക്കേണ്ടത്. നമ്മൾ മുന്നിലുള്ള കല്ല് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കൺട്രോൾ പോകുന്ന നമ്മൾ വണ്ടിയെ കല്ലിലേക്ക് എത്തും, അവിടെ നിൽക്കും. ഇവിടെ എല്ലാം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ആ ഒരു എക്സിറ്റിലേക്കുള്ളൊരു പുഷ് അവിടെ നിന്നില്ല. ഓരോ കല്ലിലോട്ട് വരുമ്പോഴത്തേക്കും ആ വണ്ടി പിന്നെയും സ്ലോ ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കല്ലുമായിട്ടുള്ള മത്സരത്തെ കഴിഞ്ഞു. അടുത്ത് നമ്മൾ ജമ്പിലോട്ട് പോവാണ്. അപ്പോൾ ജമ്പ് നമുക്ക് 2 സ്റ്റെപ്പായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യം ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു ടയറിൽ കൂടെ നമ്മൾ ജമ്പ് ചെയ്ത് പോകുന്നുണ്ട്. അത് ആ ഒരു ക്ലച്ചിൻ്റെ ത്രൂ മനസ്സിലാക്കാനും നമ്മൾ എവിടെ നിന്ന് പുഷ് ചെയ്യണമെന്ന് മനസ്സിലാക്കാനായിട്ടുള്ളതാണ്. വന്നിട്ടുണ്ടായിരുന്ന ഒട്ടുമിക്ക എല്ലാവരും ജമ്പ് ഒരു ബിഗിനർ ലേണിംഗ് സ്റ്റേജിൽ തന്നെയാണ്. അപ്പോൾ ട്രെയിനോ നമുക്ക് ഒരുപാട് ചാൻസസ് വന്നിട്ടുണ്ടായിരുന്നു ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. ഓരോ തവണയും നമ്മൾ ഇമ്പ്രൂവ് ആവുന്നുണ്ടായിരുന്നു. നമ്മുടെ ഒരു ടാർഗറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ബാക്ക് വീലിൽ ലാൻഡ് ചെയ്യണം എന്നുള്ളതാണ്. ഫ്രണ്ട് പൊങ്ങുന്നതിലല്ല, നമ്മൾ പുഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ലാൻഡ് ചെയ്യുമ്പോൾ ബാക്ക് വീലിൽ ലാൻഡ് ചെയ്യണം. പക്ഷേ അത് ആദ്യമൊക്കെ ഭയങ്കര പാട് തന്നെയായിരുന്നു, കിട്ടുന്നുണ്ടായിരുന്നില്ല. ബാക്ക് മാത്രം അടിച്ച് പോകുന്നുണ്ട്, ഫ്രണ്ട് പോകുന്നുണ്ട്, ബാക്ക് പോകുന്നുണ്ട്. അത് കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴത്തേക്കും അത് നമ്മുടെ കൺട്രോളിലേക്ക് വന്നു. അതാണ് നമ്മുടെ ബാക്ക് പോകുന്നത് നിങ്ങളിപ്പോൾ കണ്ടത്. ഇതും നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്, പക്ഷേ ഇതിലും ബാക്കിലല്ല ലാൻഡ് ചെയ്യുന്നത്. ബാക്ക് ലാൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഈ ഒരു പോർഷനിൽ കാണാം. ഇതാണ് പ്രോപ്പർ ബാക്ക് ലാൻഡ്. ജമ്പ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഫോർഗീവിങ് ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പകുതിക്കൊക്കെ നിന്നാലും വലിയ കുഴപ്പമില്ല. പക്ഷേ ഈ ജമ്പിന് ഫ്രണ്ടിൽ തന്നെ എത്തണം, ഫുൾ റാലി സ്റ്റൈൽ. ഇതായിരിക്കും എൻ്റെ പോസ്റ്റർ. ഓക്കെ, ടാങ്ക് ലൈറ്റ്ലി ഹഗ്. ഇത് കയറി വരും. എന്തുകൊണ്ടാണ് പറഞ്ഞത്? ഇറ്റ്സ് ലൈക്ക് സ്പ്രിങ് പോലെ സംഭവിക്കാൻ പോകുന്നത്. എന്നിട്ട് ഇതും അതുമായിട്ട് കമ്പയർ ചെയ്യില്ലേ? സോ ഈ സസ്പെൻഷൻ ഭയങ്കര ഇതാണ്. പ്രത്യേകിച്ച് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ തെറിച്ചു പോകും. എനിക്ക് ഈ സസ്പെൻഷൻ ഇവിടെ കിട്ടിയേ പറ്റുള്ളൂ, ഫ്രണ്ടിലത്തെ ടോസിൻ്റെ. മനസ്സിലായല്ലോ? സെയിം ഒരു ഫിയർ ഫാക്ടർ ഉണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിടിച്ചേക്കുക. ക്ലച്ചിന് 2 ഫിംഗർ കൊടുക്കണ്ട. പിന്നെ എയറിലാകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നതാണ് ഇങ്ങനെ പോകുന്നു. സോ സ്ട്രെയിറ്റ് ആയിട്ട് ലാൻഡ് ചെയ്യണം, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവിടുന്ന് നേരെ നോക്കുമ്പോൾ എനിക്കറിയാം ചാട്ടം കഴിഞ്ഞാൽ അങ്ങേ അപ്പുറത്ത് കണ്ട. സോ ഫസ്റ്റ് തിങ് നമുക്ക് ഇവിടുന്ന് ലോഞ്ച് ചെയ്ത് പോയാൽ നിങ്ങൾ കണ്ടെത്തി ആരും ചെറിയിട്ടില്ലായിരുന്നു, ഞാൻ ഇറക്കുന്നില്ല. സോ ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുക, പക്ഷേ വിഷൻ സ്ട്രെയിറ്റ് ആയിരിക്കണം. ഓക്കെ എന്നാൽ അപ്പോൾ നമുക്ക് നേരെ ആ ജമ്പിലോട്ട് പോവാം. ഇപ്പോൾ ട്രെയിനർ റിഷാർട്ടൻ നമുക്ക് ജമ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരുന്നുണ്ട്. പുള്ളി ഒരു അത്യാവശ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു സ്പീഡിലാണ് അപ്രോച്ച് ചെയ്യുന്നത്. ഓക്കെ, ബാക്ക് ലാൻഡ് ചെയ്തു.
സോ ഇതാണ് നമ്മളവിടെ ചെയ്യേണ്ടത്. നമ്മൾ ആ ടയറിനടുത്തോട്ട് എത്തുമ്പോൾ ഒന്ന് പുഷ് ചെയ്ത് ഒന്ന് പമ്പ് ചെയ്ത് ത്രോട്ടിൽ കൊടുക്കണം. പെർഫെക്റ്റ്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. കുറച്ച് ടാസ്ക്കാണ്, നമുക്ക് ശ്രമിക്കാം. നിങ്ങൾ ഉറക്കുമെന്നുള്ളതാണ്. അത് ചെയ്യത്തില്ലെങ്കിൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നോസ് ഡൈവ് ചെയ്യും. നിങ്ങൾ അതിനും പ്രിപ്പയർഡ് ആയിരിക്കണമെന്ന്, അല്ല നോസ് ഡൈവ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. മനസ്സിലായോ? ആ നോസ് ഡൈവിൽ ഞാൻ എടുക്കുന്നതുകൊണ്ട് എനിക്കറിയാം ചിലപ്പോൾ ആ നടക്കാൻ പോകുന്നതെന്നുള്ളതുകൊണ്ട് ഞാൻ അബ്സോർവ് ചെയ്യാൻ റെഡി ആയില്ലെങ്കിൽ എന്താ പറ്റുന്നത്, ഇങ്ങനെ കുത്തുന്നതെന്ന് കൂടെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു. ചാടണമെന്ന് തോന്നുന്നത് അതുവരെ ഡോണ്ട് പുഷ്. ഓക്കെ, നേരത്തെ പറഞ്ഞില്ലായിരുന്നു അവിടെ പോയപ്പോൾ എനിക്ക് തിരിക്കണമെന്നാ തോന്നിയെന്നൊക്കെ. അങ്ങനെയുള്ളത് ചുമ്മാ എൻ്റെ മേളിൽ കൂടെ കയറി ഇറങ്ങിയാൽ. ഓക്കെ, അവിടെ പോയി കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം പുഷ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ജമ്പ് എടുക്കാൻ പോവാണ്. ഈ ഒരു പോർഷനിൽ ജമ്പ് ഉണ്ടായിരുന്നു, പക്ഷേ അതൊരു പെർഫെക്റ്റ് ജമ്പൊന്നും ആയിരുന്നില്ല. ഫസ്റ്റ് ടൈം ചാടിയതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്, പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ജമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എഗെയിൻ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് പിന്നെയും കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്ത് മിസ്റ്റേക്കാണ് നമ്മൾ വരുത്തിയത്, എങ്ങനെയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ളത് പുള്ളി പിന്നെയും നമുക്ക് പറഞ്ഞു തന്നു. നിങ്ങളിപ്പോൾ വീഡിയോ ശ്രദ്ധിച്ചാൽ അറിയാം ആക്ച്വലി അവിടെ എന്താ സംഭവിക്കുന്നില്ല. പ്രോപ്പറായിട്ട് ഫ്രണ്ട് ലിഫ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബാക്ക് അടിച്ച് നമ്മൾ താഴെ. ഓക്കെ, അങ്ങനെ ഞാൻ എൻ്റെ നെക്സ്റ്റ് ജമ്പ് എടുക്കാൻ പോകാമെന്ന്. ഇതെനിക്ക് അത്യാവശ്യം കുഴപ്പമില്ല. ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ എനിക്ക് നല്ലൊരു ജമ്പ് കിട്ടി. ഈ ജമ്പോട് കൂടെ നമ്മുടെ ഇന്നത്തെ സിൽവർ ട്രെയിനിങ്ങോടെ അവസാനിക്കുകയാണ്. നമുക്ക് ക്ലോസിംഗ് നോട്ടായിട്ട് സർട്ടിഫിക്കറ്റാണ് കിട്ടുക. അത് ബ്രൗൺസിലും സിൽവറിലും നമുക്ക് സർട്ടിഫിക്കറ്റ് KTM പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ സർട്ടിഫിക്കറ്റൊക്കെ മേടിച്ച് എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് ഹാപ്പി ആയിട്ട് ഈ അക്കാഡമി ക്ലോസ് ചെയ്തു. അങ്ങനെ നമ്മുടെ അക്കാഡമിയുടെ വിശേഷങ്ങളോടെ അവസാനിക്കുകയാണ്. അപ്പോൾ ആസ് എ ക്ലോസിംഗ് നോട്ട് എനിക്ക് സമ്മറൈസ് ചെയ്യാനുള്ളത്, നിങ്ങളൊരു KTM 390 or 250 യൂസർ ആണെന്നുണ്ടെങ്കിൽ, അതും അഡ്വഞ്ചർ യൂസർ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ KTM ഓർഗനൈസ് ചെയ്യുന്ന ഓണർഷിപ്പ് പ്രോഗ്രാംസ് മാക്സിമം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സിൻ്റെ കീഴിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാനും നിങ്ങളുടെ മിസ്റ്റേക്സ് നിങ്ങൾക്ക് ലൈവായിട്ട് ക്ലിയർ ചെയ്യാനും പറ്റും. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവർക്കും ഒന്നുകൂടെ നന്ദി പറയുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.